അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാലയാണ് വെക്കുന്നത് വൈകുന്നേരം ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചട്ടി ചൂടായി അതിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് മുറിച്ചത്, പിന്നെ ഒരു 4 തക്കാളി അരിഞ്ഞത്, ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴലട്ടെ. ഇത് നന്നായിട്ടൊന്ന് വഴന്നേ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാവേ. ഇനി ഈ കശുവണ്ടി ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവേ. കശുവണ്ടിയൊക്കെ ഒന്ന് കുതിർന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കുമ്മിട്ടി മസാല മുളക് പൊടിയാണ്. കുമ്മിട്ടി മസാല എന്നാണ് പറഞ്ഞത്, കുമ്മിട്ടി മുളക് പൊടിയാണ്, തെറ്റിപ്പോയതാണ്. ഇത് ഗരം മസാലപ്പൊടി. അളവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ടാണ്. ഞാനിപ്പം ഒരു ഉദ്ദേശക്കണക്കിനായിരുന്നു. ഇനി കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. അതേ ചട്ടിയിൽ തന്നെയാണ് ബട്ടർ ഇട്ട് കൊടുക്കാവേ. ചെറിയ 2 കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ചതച്ചതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കും. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വിടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിത് വഴറ്റി ലാസ്റ്റ് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു. ഈ പനീർ മട്ടർ മസാലയ്ക്ക് മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു. ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല. നമുക്കൊരിച്ചിരി ഉപ്പൊടി ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ട നമ്മുടെ ഈ കറിയുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാവേ. ചൂട് വെള്ളത്തിലിട്ട് വെച്ച പനീറാണ്. അപ്പോൾ ഈ കഷ്ണത്തിലൊക്കെ ഇതിൻ്റെ ഇത് അരപ്പ് പിടിക്കണമെങ്കിൽ ഇതിന് ഒന്ന് കുതുക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 200 ഗ്രാം പനീറായിരുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി നേരം ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ഈ പനീർ ഇട്ട് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആകുകയില്ല. അതിനെ ഈ ചൂടുവെള്ളത്തിലിടുന്നത്, അല്ലെങ്കിൽ റബ്ബർ പോലെ ആകുകയില്ല. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം.